രാഷ്ട്രീയ സാമൂഹിക മതരംഗങ്ങളിൽ ഒരുപാട് സ്ത്രീ നേതൃത്വങ്ങളെ സംഭാവന ചെയ്ത ഒരു നാടുകൂടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂർ. ഗുരുവായൂരിൻ്റെ പ്രിയപുത്രി ഇപ്പോൾ BJPയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനോട് കൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ആ വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമസ്തേ. ശരിക്കും ഭയങ്കര അഭിമാനമാണ്. കാരണം ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വനിത, ഗുരുവായൂരിൻ്റെ ഒരു പ്രിയപുത്രി, സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഒരു പാർട്ടിയെ അതിൻ്റെ നേതൃത്വത്തിൽ വരിക എന്നൊക്കെ പറയണത് അത് വളരെ മനോഹരമായിട്ട് കൊണ്ടു നടക്കണു. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് അതിന്റെ തിരക്കും ഒക്കെ ഒന്ന് കുറഞ്ഞുള്ള ഒരു സമയം ആയിരിക്കും അല്ലേ? ഇപ്പോ ആ പഴയ പോലെ ഡെയിലി രാവിലെ ഒരു 7 മണിക്ക് റീലുമ കയറിയാൽ ഒരു 12 മണി വരെയുള്ള ആ ഓട്ടം ചിലപ്പോ 1 മണിയൊക്കെ ആവും. അതൊന്ന് ഇപ്പൊ ഇത്തിരി ഒരു കമ്മിയായിട്ടുണ്ട്. എന്നിരുന്നാലും അതെ എന്നിരുന്നാലും ഒരു ജില്ലാ അധ്യക്ഷ എന്ന് പറയുമ്പോ അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ഈ തൃശ്ശൂരിന്റെ ഇങ്ങനെ നോർത്ത് എങ്ങനെ അതിന്റെ ഒരു വിഭജനം? നോർത്ത് എത്ര ഡിസ്ട്രിക്റ്റിന് എത്ര? റവന്യൂ ജില്ലയെ 3ആയിട്ട് തിരിച്ചു. കാരണം കൂടുതൽ സംഘടനാ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്താനും. കാരണം റവന്യൂ ജില്ലാ അധ്യക്ഷനാവുമ്പോൾ അവർക്ക് 13 നിയോജക മണ്ഡലങ്ങൾ അവരുടെ കീഴിൽ വരുന്നു. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എല്ലായിടത്തും എത്തിപ്പെടാൻ. പേഴ്സണൽ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടും സംഘടനയുടെ ഈ പറഞ്ഞ മാതിരിയുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒക്കെ കൂടുതൽ വിപുലപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ട് 3ആയിട്ട് തിരിച്ചു. അപ്പം തൃശ്ശൂർ സിറ്റി, തൃശ്ശൂർ നോർത്ത്, തൃശ്ശൂർ സൗത്ത്, അങ്ങനെ 3ആയിട്ട് തിരിച്ചു. ഈ നോർത്തിലെ ഏതൊക്കെ നിയോജക മണ്ഡലം വരിക? നിയോജക മണ്ഡലം 4 എണ്ണമാണ് വരുന്നത്. ഗുരുവായൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര. ഇപ്പോ ശരിക്കും ഒരു വനിതാ നേതാക്കൾ എനിക്ക് തോന്നുന്നത് BJPയിലാണെങ്കിൽ ഇങ്ങനെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായിട്ടാണ് ജില്ലാ പ്രസിഡന്റുമാരായിട്ട് വനിതകൾ വരുന്നത്. അത് ഇപ്പോഴത്തെ ഈ വിഭജനത്തിൽ കൂടുതൽ സൗകര്യമുള്ളതുകൊണ്ട്. ഇപ്പൊ നമ്മള് 13 മണ്ഡലങ്ങളുടെ പ്രസിഡന്റായിട്ട് ഇരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വനിതയ്ക്ക് ഓടിയെത്താനുള്ള ദൂരം ചെറുതല്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സൗകര്യം നമുക്ക് കൂടുതൽ ഗുണകരമായി. കാരണം നമുക്ക് ഡിവൈഡ് ചെയ്തതിന് ശേഷമുള്ള സംഘടനാ സ്ട്രക്ചറിൽ ജില്ലാ പ്രസിഡന്റുമാരായി എന്ന് പറയുമ്പോൾ അതും ആദ്യമായിട്ടാണ് 4 ജില്ലാ പ്രസിഡന്റുമാരെ ആദ്യം മഹിളകളെ നിശ്ചയിക്കുന്നത്. ഇപ്പോ 5ാമത് ഒരാളെ കൂടി നിശ്ചയിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ചോദിക്കാൻ പോയത് അതായിരുന്നു, ഈ സ്ത്രീ ആവുമ്പോ അതിന്റെ ഗുണവും ദോഷവും, അതായത് ഒരു പരിമിതിയും ഒരു സാധ്യതകളും. നോക്കൂ, സ്ത്രീ നിശ്ചയിക്കുന്ന പരിമിതികൾ മാത്രമേ അവൾക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്താണ് പരിമിതിയായിട്ട് നിശ്ചയിക്കുന്നത് അതാണ് എന്റെ പരിമിതി. അല്ലാതെ സ്ത്രീയും പുരുഷനും തമ്മിൽ പരിമിതികളുടെ അളവ്. കാരണം നമ്മൾ കുടുംബത്തിന് പ്രാധാന്യം കൂടുതൽ നൽകുന്നുണ്ടാവും. കുടുംബത്തിന് നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ടാകാം ഒരു പരിധിവരെ. കുടുംബകാര്യങ്ങളിൽ നമ്മുടെ സാന്നിധ്യം ഉറപ്പാക്കുക എന്നുള്ളത് ഒരു പരിമിതിയായിട്ട് കാണാം. പക്ഷെ അതേസമയം മറ്റു പരിമിതികളിലില്ലാതെ, കാരണം പുരുഷന് കൺവേ ചെയ്യാവുന്ന രീതികളുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന രീതികളിൽ ഉപരിയായിട്ട് സ്ത്രീയുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുകളുണ്ട്. അവർക്ക് സ്നേഹത്തോടെയും പറയും, ശാസിച്ചും പറയും, എങ്ങനെ വേണമെങ്കിലും അവരുടെ ഒപ്പമുള്ളവരോട് സംവദിക്കാൻ സാധിക്കും. ഈ അമ്മ മനസ്സെന്നൊക്കെ പറഞ്ഞ മാതൃത്വം എന്ന് പറയുന്നത് ഒരു വലിയ ഫീലാണ്. ആ ഫീൽ ചേർത്ത് നിർത്താൻ ആ മാതൃഭാവം വളരെയധികം സഹായിക്കും. തീർച്ചയായും അതൊരു വലിയൊരു സാധ്യതയാണ്. ഇത് ശരിക്കും അമ്മ തന്നെയാണോ റോൾ മോഡല്? തീർച്ചയായിട്ടും എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ രാധാബാലകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ച് പറഞ്ഞാൽ എന്തിനും എടുത്ത് അടിച്ച് മറുപടി പറയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന വളരെ ശക്തയായിട്ടുള്ള ഒരു നേതാവാണ്. ഈ കാലം അത്രയും അമ്മ മരണപ്പെട്ട് 2012-ലാണ്. പക്ഷെ ഇന്നും ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ എൻ്റെ അമ്മയെ കുറിച്ച് പറയുന്നവരുണ്ട് എങ്കിൽ അത് അവരനുഭവിച്ച സ്നേഹത്തിന്റെ ഗുണം കൊണ്ടാണ്. അത് ആദർശം വലിയ ഒരു ശക്തിയായിട്ടുള്ള നേതാവാണ് എന്നുള്ളത് മാത്രമല്ല, അമ്മ അവരുടെ ഇടയിൽ എങ്ങനെയാണ് സ്നേഹം പകർന്നു നൽകിയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുരുവായൂരിലെ പല രാഷ്ട്രീയക്കാരും. എങ്ങനെ അമ്മ ഈ രാഷ്ട്രീയത്തിൽ എത്തിപ്പെടണേ? നോക്കൂ, അതൊക്കെ ഓരോരുത്തർക്ക് ഒരു നിയോഗം എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ഞാൻ എത്തിപ്പെട്ടതും അതുപോലെ തന്നെയാണ്. കാരണം എൻ്റെ അച്ഛൻ ഇവിടത്തെ അറിയപ്പെടുന്ന ഒരു എന്താ പറയാ, അതേപോലെ തന്നെ കാര്യപ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. എന്തിനും ഏതിനും അച്ഛനെ ഡിപ്പെൻഡ് ചെയ്യാമെന്ന് കരുതുന്ന ഒരു ജനവിഭാഗം അന്ന് എത്രയോ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു.
അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ ഇവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു. സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിത്വമായിരുന്നുവെങ്കിലും അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ സംഘപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടു. ആദ്യ സംഘപ്രവർത്തനം ഗുരുവായൂരിൽ തുടങ്ങി വെച്ച ആളുകൾക്കൊപ്പം നിന്ന് സംഘശാഖയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ ഒരു വലിയൊരു സാർത്ഥകമാക്കി എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ശരിക്കും അച്ഛനാണ്, അച്ഛനെ കണ്ടിട്ടാണ് അമ്മ പറഞ്ഞത്. അതെ, അച്ഛൻ അമ്മയെ ഇതിലേക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെയാണ് ഇവര് പിന്നീട് ഫുൾ ടൈം ഈ രണ്ടുപേരും. അച്ഛന് കടയുണ്ടായിരുന്നെങ്കിലും അച്ഛന്റെ കട എപ്പോഴും തുറന്നിട്ടുകൊണ്ട് ആളില്ലാത്തൊരവസ്ഥയും മിക്കവാറും അവിടെ കാണും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറുകയായിരുന്നു. അച്ഛൻ എല്ലാവർക്കും വരാനും കാര്യങ്ങൾ പറയാനും അങ്ങനെ അതൊരു വലിയൊരു ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമായിട്ട് അവരും. ഈ അമ്മ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതെ അതെ. ചേച്ചി അന്ന് അമ്മയുടെ ഉണ്ണിയായിട്ട് വയറ്റിലുണ്ടായിരുന്ന സമയമാണ്. അല്ലല്ല, വയറ്റിലല്ല, ഞാൻ കൈക്കുഞ്ഞ് ഉണ്ണിയായിട്ടാണ്. അമ്മ പ്രഗ്നന്റ് ആയിരുന്നിട്ടല്ല. അപ്പൊ ചേച്ചിയും ശരിക്ക് അന്നോട്ട്. അതായത് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് സമരങ്ങൾ നടന്നു. അതിൽ ആദ്യ കാലഘട്ടത്തില് ഈ പ്രദേശങ്ങളിലൊക്കെ എല്ലാവരും കൂടിയിട്ടുള്ള സമരങ്ങളൊക്കെ നടന്നു. അതിൽ പലപ്പോഴും അറസ്റ്റ് ചെയ്യുകയും അപ്പൊ തന്നെ വിട്ട് അയക്കുകയും ഒക്കെ, സ്ത്രീകളെയൊക്കെ വിട്ടയക്കുകയും പല പുരുഷന്മാരെയും വിളിച്ച് ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പൊക്കെ പങ്കാളികളായിട്ട് നിരവധി സ്ത്രീകളും ഉണ്ട്. അതിനുശേഷം പാലക്കാടും ആലുവയിലും സ്ത്രീകളുടെ മാത്രം നേതൃത്വത്തിൽ സമരം തീരുമാനിക്കുകയാണ്. അപ്പോ വലിയ ടൈറ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ രണ്ട് സമരവും നടന്നു. ആ നടന്നത് തന്നെ അവർക്ക് വലിയ ഒരു അടിയായി മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്ത ആളുകളിൽ ഒന്ന് എൻ്റെ അമ്മയുടെ നേതൃത്വത്തിലായിരുന്നു പാലക്കാട്. അതായത് ശരിക്കും എം ദേവകിയമ്മയുടെ നേതൃത്വത്തിലാണ് അത് നടക്കേണ്ടിയിരുന്നത്. പക്ഷെ അമ്മമ്മേനെ ഞാൻ അങ്ങനെയാണ് വിളിക്കുക. അപ്പൊ അവരെ നേരത്തെ മിസ തടവുകാരിയായിട്ട് അറസ്റ്റ് ചെയ്തു. അപ്പോ പിന്നീട് അമ്മയാണ് അത് ഏറ്റെടുക്കുന്നത്. അങ്ങനെ അമ്മയും അതുപോലെ തന്നെ 10ഓളം സ്ത്രീകളും മറ്റ് ചെറുപ്പക്കാരികളായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ അതിലുണ്ട്, പെൺകുട്ടികൾ. അങ്ങനെ 10ഓളം സ്ത്രീകളെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ ഞാനും അതുപോലെ തന്നെ OPV നമ്പൂതിരിപ്പാടിന്റെ മകള് അവരും കുട്ടികളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും തിരിച്ച് മാറ്റി ഞങ്ങൾ അവരുടെ അമ്മമാരെ മാത്രം അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതിന് സമയം തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അമ്മേനെ വിട്ടു പോവില്ല എന്നുള്ള വാശിയിൽ പിടിച്ചു നിന്നത്. ഞാൻ 2 വയസ്സ് 2.5 വയസ്സ് സമയത്ത്. ഒരു ചെറിയ ഓർമ്മയൊക്കെ ഉണ്ടോ അന്നത്തെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർമ്മയും ഇല്ല. പക്ഷെ പറഞ്ഞു എന്തോ ഒരു ഓർമ്മ വരും. നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം പറഞ്ഞെന്താ വെച്ചാല്, ആദ്യത്തെ 1 മാസം നമ്മളെ പുറത്തേക്ക് വിടുന്ന 1.5 മാസം 2 മാസത്തിന്റെ അടുത്താണ്. ഇടയിലാണ് പിന്നെ ഈ ജയിലെല്ലാം ഫുള്ളായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. ആ സമയത്താണ് അതിൽ കുറെ പേരെ പുറത്ത് വിടുന്നത്. ഇങ്ങനെ വിടുന്നതാണ്. അപ്പോ പറഞ്ഞ ഓർമ്മ പ്രകാരമായിരിക്കണം അത് 10-30 ദിവസം നമ്മളെ പുറത്ത് വിട്ടിരുന്നില്ല എന്ന് മാത്രം, സെല്ലില് മാത്രം. അന്ന് അതാണ്. ഇപ്പൊ 2ാമത് ജയിലിൽ പോയപ്പോഴാണ് എനിക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. ഇന്നിപ്പോ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ജയിലിനകത്ത്. പുറത്ത് ഇത്ര മണിക്കൂർ പോകാം, TV കാണാം, അത് ഉണ്ട്, അതുപോലെ ഫോൺ വരാം, ആഴ്ചയിൽ 2 ദിവസം ഫോൺ ചെയ്യാം. അന്ന് അതൊന്നുമില്ല. അതിനുള്ളിൽ പെട്ടു, സെല്ലിന്റെ ഉള്ളിൽ കിടക്കുക എന്നല്ലാതെ വേറെ ഒരു സ്വാതന്ത്ര്യവും അവിടെ ഇല്ല. പക്ഷെ ഇന്ന് നമ്മളെ രാഷ്ട്രീയത്തിന്റെ സ്വാതന്ത്ര്യം ശരിക്കും അനുഭവിക്കുമ്പോഴും ആരെ വേണമെങ്കിൽ പ്രധാനമന്ത്രിനെ എന്തൊക്കെ വിളിക്കുന്നുണ്ട് ഇവിടെയുള്ളവര്. അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധി തുലയട്ടെ എന്ന് എഴുതിയ വ്യക്തിയെ അടിച്ച് നാക്കുകൊണ്ട് അത് മാറ്റിപ്പിക്കുന്നു എന്നുള്ളത് ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇതൊക്കെ എവിടത്തെ നിയമമാണ്? ഈ ഭാരതത്തിലുള്ള നിയമപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ അന്നൊന്നും സ്വാതന്ത്ര്യത്തെ കുറിച്ച് മിണ്ടാത്തവരാണ് ഇന്ന് ഞങ്ങളൊക്കെ സ്വാതന്ത്ര്യം പഠിപ്പിക്കാൻ വരുന്നേന്നുള്ള ഒരു വലിയ വൈരുദ്ധ്യാത്മക ഭൗതികവാദം തന്നെയാണ്. ഇപ്പൊ ഈ അച്ഛനമ്മേരും കാര്യങ്ങൾ പറയുമ്പോഴേ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഒരു ടഫായിരുന്നു എന്നിങ്ങനെ
ഇടയിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ശരിക്കും അങ്ങനെ നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളോട് ഇങ്ങനെ ഒരു പരുക്കനായിരുന്നോ അച്ഛനും അമ്മയും? അല്ല, കാരണം സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാര് കുറച്ച് ടഫായിരിക്കും. അവർക്ക് ഇങ്ങനെ സ്നേഹിച്ചിട്ട് പുന്നാരിപ്പിക്കാനും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതൊന്നുമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, അവരുടെ സ്നേഹം ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നതാണ്. എല്ലാ കുട്ടികളും ഞാൻ കാണുന്ന എല്ലാവരോടും പറയുന്നുണ്ട്. അച്ഛനമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ ചേർത്ത് ഇങ്ങനെ കൊഞ്ചിക്കുന്നതിലും കളിപ്പിക്കുന്നതിലാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റാണ്. ആ ടഫസ്റ്റ് പേഴ്സന്റെ അടുത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. കുടുംബത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള, നമുക്ക് മുമ്പിൽ വരച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ മാതൃകയെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത് ക്ലെയിം ചെയ്യാൻ അങ്ങനെ ഒരു ഇത് നമുക്ക് സാധ്യമായെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? നമ്മളും അതുപോലെ ആയെങ്കിൽ എന്ന് ചിന്തിക്കില്ലേ? ഞാനും എൻ്റെ കുടുംബത്തില് ഒരു ടഫ് ലേഡി തന്നെയാണ്. എൻ്റെ മക്കൾക്ക് ഞാൻ വലിയ രീതിയിൽ കൊഞ്ചിക്കൽ അല്ലെങ്കിൽ കൊണ്ടു നടക്കൽ ഒന്നും അനുഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർക്ക് ഒരു കാലം കഴിഞ്ഞാൽ ബോധ്യം വരും അതില് അവരെന്താണ് നേടിയെന്ന്. അങ്ങനെ കൊഞ്ചിച്ചത് കൊണ്ട് മാത്രം മക്കൾ നന്നാവുന്ന പോകുന്നില്ല. കൊഞ്ചിച്ചത് കൊണ്ട് മാത്രം കുട്ടികൾക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലാവണമെന്നില്ല. നമ്മളെ മനസ്സിലാകുന്നത് അവർക്ക് ആഫ്റ്റർ ഓൾ എന്ത് കിട്ടി അതിൽ നിന്ന്. അപ്പോൾ എൻ്റെ അച്ഛനെ കുറിച്ചും അമ്മേനെ കുറിച്ച് പറയാൻ ഞങ്ങളോടൊപ്പം ഇരിക്കാൻ വളരെ കുറച്ച് നേരം എൻ്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടിയിട്ടുള്ളൂ. എൻ്റെ അമ്മ ഒരു 4.5 വർഷം കിടന്നപ്പോൾ പറയാൻ പാടില്ലേ, ഒരു മകളെന്ന നിലയിൽ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേനെ നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലോ. കാരണം ആ 4.5 വർഷമാണ് എൻ്റെ അമ്മയെ എനിക്ക് ശരിക്കും നോക്കാൻ പറ്റിയിട്ടുള്ളത്. എൻ്റെ ഒരു കുഞ്ഞിനെ പോലെ എനിക്ക് നോക്കാൻ എൻ്റെ അമ്മേനെ കൈ കിട്ടി. സോ അങ്ങനെ പോലും ഞാൻ അത്രയും കൊതിച്ചിട്ടുണ്ട് അമ്മേനെ, അതൊക്കെ ഉണ്ട്. പക്ഷെ ആഫ്റ്റർ ഓൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആ അച്ഛനും അമ്മയും എനിക്ക് തന്നിട്ടുള്ള കരുത്തിന്റെ ഗുണം കൊണ്ടാണ്. ഈ കരുത്തുനിന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം കുറച്ച് വേദനയുള്ള കാര്യമാണ്. ഒന്ന്, ഹസ്ബൻഡിന്റെ ഒരു ആക്സിഡന്റും. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? എങ്ങനെയാ പിന്നീട് അതിനെയൊക്കെ ഒന്ന് തരണം ചെയ്ത് എന്നുള്ളത് നോക്കൂ, ഹസ്ബൻഡിനൊന്ന് പരിചയപ്പെടുത്തും. എൻ്റെ ഹസ്ബൻഡ് ചങ്ങരംകുളം മൂക്കുതല സ്വദേശിയായിട്ടുള്ള പടിക്കൽ കുടുംബത്തിലെ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ അവരുടെ 8 മക്കളിൽ ഏറ്റവും താഴെയുള്ള മകനായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ കുടുംബത്തിലെ ഒരു വലിയ കുടുംബമാണ്. അത് നല്ലൊരു സന്തോഷം വെച്ചാൽ എല്ലാ ഫാമിലിയും അങ്ങോട്ടും ഇങ്ങോട്ടും വരലും. ഈ വീട് തന്നെ എപ്പോഴും, അതായത് ഞങ്ങള് ഗൾഫിലായിരുന്നു, ഞങ്ങളൊരു 14 വർഷത്തോളം. അവിടെ ആവുമ്പോഴും അവിടെ വ്യാഴാഴ്ച വൈകുന്നേരം തൊട്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ വരെയും ഞങ്ങളുടെ വീട് ഒരു ഉത്സവ പറമ്പ് പോലെ. എവിടെയായിരുന്നു? യു എയിൽ. കാരണം എല്ലാ ബന്ധുക്കളും സ്വന്തക്കാരും വരും പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥലം. അതേപോലെ തന്നെ ഇവിടെ വീട് വെച്ച് ഞങ്ങള് ഒരു 2006 ഇവിടെ വീട് വെച്ചത്. ഇവിടെ തന്നെ വീട് വെക്കാൻ അവരുടെ അച്ഛൻ തന്നെയാണ് പറഞ്ഞത്. സാധാരണ അങ്ങനെ അച്ഛന്മാര് പറയില്ലല്ലോ, മകൻ അവിടെ പോയിട്ട് ഭാര്യ വീടിന്റെ അടുത്ത് വീട് വെക്കാനൊന്നും പറയില്ല. അവിടെയാണ് അവിടുത്തെ പ്രത്യേകത. കാരണം നീ ഒരു മോളാണ്, അച്ഛനമ്മേനെ നീയാണ് നോക്കേണ്ടി വരിക. അപ്പൊ അവരുടെ അടുത്ത് ഒരു 10 സെന്റ് സ്ഥലം കണ്ടെത്തി അവിടെ വീട് വെച്ചോളൂ എന്നുള്ളത് അവരുടെ അച്ഛന്റെ ഒരു നിർദ്ദേശമായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും കൂടെ ഈ വീട്ടിൽ നിന്ന് അവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. പെൻഷൻ, അവർക്ക് പെൻഷൻ ഉള്ളത് കൊണ്ട് പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോ ഒരു കുറച്ച് കഴിഞ്ഞതും ഇങ്ങനെ ഫോൺ വന്നു ആക്സിഡന്റ് ആയി എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പ് എന്നെ വിളിച്ചിട്ടുള്ളതാണ്. അത് അവരുടെ പെങ്ങളെയും വിളിച്ചിട്ടുള്ളതാണ്. അപ്പൊ പിന്നെയാണ് ഇത് അറിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ പോലെ ഒരു ആള്, കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഇല്ലാതെ ഒരു കുടുംബം കൊണ്ടുനടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എളുപ്പമുള്ള കാര്യമായിട്ട് അന്നും തോന്നിയിട്ടില്ല, അത് ഇന്നും തോന്നുന്നൊന്നുമില്ല. പക്ഷെ അന്ന് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. അതായത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ, കാരണം എന്നെ അറിയുന്ന എല്ലാവരും പറയും നിവേദ്യെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടായോ എന്നുള്ളത് അത് അങ്ങനെയാണ്. കാരണം അങ്ങനെയൊന്നും നമ്മള് പരീക്ഷിക്കപ്പെടേണ്ടതല്ല എന്നൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്തരത്തിൽ പരീക്ഷണങ്ങളൊക്കെ നേരിട്ട് തന്നെയാണ് അതുവരെ എത്തിയിട്ടുള്ളത്. പൊതുവെ പുറത്ത് കാണുന്നതല്ല, നമ്മൾക്ക് പല അനുഭവങ്ങൾ. എൻ്റെ ഏട്ടന്റെ കാര്യത്തിൽ, ഏട്ടൻ മരണപ്പെട്ടത് അതിന് കുറച്ച് മുമ്പാണ്. അപ്പൊ
അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നല്ലെങ്കിൽ ഒന്ന് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെയധികം മനോവേദന ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അതില് ഗുരുവായൂരുകാരിയല്ലേ, ഞാനിപ്പോ പറയുമ്പോ പറയാതെ വയ്യല്ലോ, ഗുരുവായൂരപ്പന്റെ ഒരു കടാക്ഷം എന്ന് തന്നെ പറയും. കാരണം ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് കൊണ്ട് എല്ലാം കൊണ്ടും ഒരു റിക്കവറി പോസിബിളായി. കാരണം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ശരിക്കും ഇങ്ങനത്തെ സഹനങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളുമാണ് ശക്തിപ്പെടുത്തണേ എന്നുള്ള ഒരു അല്ലെ, നമ്മളെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ? തീർച്ചയായും അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അത് അഭിമുഖീകരിക്കുന്ന സമയത്ത് ആർക്കായാലും കയ്യിൽ നിന്ന് പോകും. അത് എത്ര കരുത്തുള്ളവരായാലും ചില പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ അടി തന്നെയായിരിക്കും. പിന്നെ അവിടുന്ന് റിക്കവർ ചെയ്യാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്ത ബോധമാണ്. നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളാണെങ്കിൽ ഇപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു കെയർ കിട്ടി, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനുണ്ട് എന്ന് പൂർണ്ണമായിട്ടും എനിക്കും ബോധ്യം വരികയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ എന്താ പറയുക അച്ഛൻ്റെ അമ്മയുടെയും കെയറിൽ ഒരു സാധാരണ ഒരു അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ യു ടു റെസ്പോൺസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വരുന്ന ഒരു സമയം വരെ. പഠനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? സ്കൂളും ഞാന് ആദ്യം പഠിച്ചത് വൈദ്യര സ്കൂളിലാണ്. വൈദ്യര സ്കൂളിൽ തന്നെ നേരത്തെ കൊണ്ടുപോയി ചേർക്കേണ്ടി വന്നു. അതുകൊണ്ട് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒഫീഷ്യൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വ്യത്യാസമാണ്. കാരണം അമ്മ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം, പിന്നെ ഈ ആൺകുട്ടികള് 3 പേരാണുള്ളത്. അപ്പൊ മൂത്തവര് അന്ന്, താഴെ പിന്നെയാണ്. അപ്പോ അമ്മയ്ക്ക് നേരത്തെ കൊണ്ടുപോയി രാജമാഷ് വൈദ്യര സ്കൂളിൽ രാജമാഷിനോടുന്ന് അവിടെ കൊണ്ടുവരുത്തി. അപ്പൊ രാജമാഷ് പറഞ്ഞു അവള് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, അതായത് 1ാം ക്ലാസ് ആയിട്ട് പാസ്സാക്കി, പൊക്കോട്ടെ പഠിച്ച് 1ാം ക്ലാസ്സിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വൈദ്യര സ്കൂളിൽ 4ാം ക്ലാസ് വരെ. അന്ന് അവിടെ ഈ പറഞ്ഞ മാതിരി ചണ്ടക്കോല് വെച്ചോടത്തൊക്കെ എന്ന് പറഞ്ഞ മാതിരി സ്കൂളില് നല്ല ഇതായിരുന്നു. ഏട്ടനും ഉണ്ടായിരുന്നു, തൊറ്റ മൂത്ത ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് LF. എനിക്ക് 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 4ാം ക്ലാസ്സിലാണല്ലോ രാജമാഷ് മഞ്ഞക്കിളിയെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു. അന്നൊരു ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു, മഞ്ഞുടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു പുലിയുടെ പാട്ടൊക്കെ വെച്ച്. അത് കൊറേ കാലം മാഷ് അങ്ങനെ വിളിക്കുക മഞ്ഞക്കിളിയെന്ന്. അത് കഴിഞ്ഞ് കോൺവെന്റില് ചെന്നപ്പോ എന്റെ അമ്മേനെ പഠിപ്പിച്ച സിസ്റ്ററാണ് അന്ന് പ്രിൻസിപ്പൾ. അപ്പൊ ചെന്ന് അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോ പറഞ്ഞു നീ ഒരു ഡാൻസ് കളിച്ചായിരുന്നു പറഞ്ഞു. ഡാൻസ് കളിക്കുക വെറുതെ പറഞ്ഞതാന്ന് തന്നെ, ഇന്നലെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നന്നായി ഡാൻസ് ഒക്കെ കളിച്ചു പഠിച്ചു. ഓക്കെ, നാളെ തൊട്ട് നീ ഈ സ്കൂളില്. അങ്ങനെ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് കോളേജ്, LF കോളേജില് +2 എടുത്തു. അപ്പൊ അന്ന് മാർക്ക് നല്ലതുകൊണ്ട് മാത്സ് സിസ്റ്റർ പറഞ്ഞു നീ എഞ്ചിനീയറിംഗ് എടുക്കണം. ബയോളജി സിസ്റ്റർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ ഡോക്ടറാണ്. ഞാനായിരുന്നു ഈ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്താ, അതൊന്നും നമ്മുടെ ഇതല്ലേ. അപ്പൊ +2 എടുക്കുമ്പോഴാണ് ഇത് ഏത് വകുപ്പ് എടുക്കണം. അപ്പൊ പറഞ്ഞു അപ്പോഴാണ് ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഏട്ടൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ബയോളജിയിൽ. അന്ന് നമ്മളെ ഇത് ഈ പറഞ്ഞ മാതിരി ഇതൊന്നും നോക്കിയിട്ട് മതി. ഇന്ന് പിള്ളേർക്ക് മൊബൈലില് എല്ലാം പരിശോധിക്കാറ്. അപ്പൊ പറഞ്ഞു ബയോളജിയിൽ ഇന്നതൊക്കെ പഠിക്കാണ്ടാവും, നിനക്ക് പറ്റുമെങ്കിൽ എടുത്തോ പറഞ്ഞു. അപ്പൊ ഞാൻ തവളേനെ കയറലൊക്കെ മനുഷ്യന് എനിക്കെന്ത് പറ്റിയാലും ഞാൻ സഹിക്കും, പക്ഷെ വേറൊരാൾക്ക് എന്തെങ്കിലും പറ്റുന്നത് അത് അന്നും ഇന്നും എനിക്ക് പറ്റില്ല കാണാൻ. അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറ്റില്ല. അങ്ങനെയാണ് +2 മാത്സ് എടുക്കുന്നത്. അപ്പൊ ആദ്യം തുടക്കത്തിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതിലേക്കാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അപ്പോഴാണ് നമ്മുടെ വേലായുധം വക്കീലിനെ പോലെയുള്ളവരുടെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത് ആ കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞിട്ട് എനിക്ക് നന്നായി അറിയാം. അതിലേറെ ഞാൻ രാധാകൃഷ്ണൻ വക്കീലിനെ കുറിച്ച്, PV രാധാകൃഷ്ണൻ വക്കീലിനെ കുറിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് +1 +2 അല്ല അന്നത്തെ പ്രീ ഡിഗ്രി പഠിക്കണ കാലത്താണ്. ആ സമയത്ത് കുറെ വക്കീലന്മാരുടെ ഒരു കപ്പാസിറ്റിനെ കുറിച്ച് ഇപ്പൊ എന്റെ വിചാരം എന്താ വെച്ചാൽ ഈ ഗൗഡ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സംസാരിക്കാൻ കിട്ടുന്നു. അന്നത്തെ അത്രേ ഉള്ളൂല്ലോ നമ്മള്. അവരൊക്കെ ഭയങ്കര കരുത്തുള്ളവരും നല്ല സ്പോണ്ടാനിയസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നവരൊക്കെ ആ കാറ്റഗറിയിലാണ് വേണ്ടത്. ഓക്കെ, അവർക്ക് പറ്റിയ പ്രൊഫഷൻ ലോ ആണ് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ +1 പ്രീ ഡിഗ്രിയിൽ മാത്സ് എടുത്തിട്ട് പിന്നീട് LLBക്ക് പഠിക്കാനുള്ള തീരുമാനം. അപ്പൊ ആദ്യം എല്ലാവരും
അറിയുന്ന എല്ലാവരും പറഞ്ഞു അത് വേസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ അമ്മയും അച്ഛനും അതിനൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്ന കുറച്ച് പേര് അവിടെ ഉടുപ്പി ലോ കോളേജിൽ പഠിക്കുന്നു. അമ്മ ചോദിച്ചു വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ ഉടുപ്പി ലോ കോളേജിൽ അഡ്മിഷൻ എടുക്കാമെന്ന് തീരുമാനിച്ചു. അത് മാരാർജി KG മാരാർജിയോട് പറഞ്ഞു, ഇങ്ങനെ മോൾ ഇങ്ങനെയാണ് പറയണതെന്ന് പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പം തന്നെ മൂപ്പരൊരു ലെറ്റർ അന്ന് XMLA VS ആചാര്യജി, പിന്നീട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു കർണാടകയിൽ. അദ്ദേഹത്തിന് ഒരു ലെറ്റർ എഴുതി ഞങ്ങൾ അവിടെ പോയപ്പോൾ അദ്ദേഹം തന്നെ ഗാർഡിയനായിട്ട് ഒപ്പിട്ടിട്ടാണ് ലോ കോളേജിൽ ഞാൻ ചേരുന്നത്. പിന്നെ മാരാർജിയും പറഞ്ഞു അവളെ ഇവിടെ നിർത്തണ്ട, കാരണം കാര്യം കാണുമ്പോൾ വളരെ സൈലന്റ് ആണെങ്കിലും ഉള്ളിൽ കുറച്ച് വയലന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ലോ കോളേജിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പഠനം പൂർത്തിയാക്കലുണ്ടാവും തോന്നുന്നില്ല. അതുകൊണ്ട് അവള് പഠിക്കണം, ആകെയുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ളത് കൊണ്ട് അവളാണ് അസറ്റ് എന്ന് അന്നും മാരാർജി പറയുമായിരുന്നു. അങ്ങനെ ലോ കോളേജ്, ഉടുപ്പി ലോ കോളേജ്. പിന്നെ പഠനം കഴിഞ്ഞതും വിവാഹം ഉണ്ടായി. പിന്നീട് ഞാൻ പഠിക്കുന്നത് 2006 ശേഷമാണ്. ഈ സംഭവത്തിന് ശേഷമാണ് LLM എടുത്തു, MBA എടുത്തു. ഈ സജീവ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഇലക്ഷനിലൊക്കെ മത്സരിക്കുമ്പോൾ 3 പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിച്ചു അല്ലെ? എങ്ങനെ ആ ഒരു മത്സര രംഗത്ത് എത്തിപ്പെട്ടതും, അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴത്തെ ഒരു ഓർമ്മ? ഞാൻ 2016 ആദ്യമായിട്ട് ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമായിരുന്നു. അതിന് തൊട്ട് മുമ്പ് സ്വല്പം മാർക്കുകൾക്കാണ് ശരിക്കും കട്ട് ഓഫ് റേറ്റിൽ മാർക്കിലേക്ക് എത്താഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു ഇപ്രാവശ്യം നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ കടന്നുകൂടാൻ പറ്റും. കാരണം ഒരു തയ്യാറെടുപ്പും കാര്യമായിട്ട് നടത്താണ്ടായിരുന്നു ആ ഒരു ഇതില്. അപ്പൊ രണ്ടാമത് നമ്മൾ കോച്ചിങ്ങിന് പോയിട്ട് അതിനുശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇതിലാണ് എന്നോട് ഈ ഒരു മത്സര രംഗത്ത് വരണം എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അന്ന് അച്ഛൻ ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അത് ഏറ്റെടുക്കണം, പാർട്ടി സംഘടന നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ആണ്, അതുകൊണ്ട് ഗുണമായാലും ദോഷമായാലും അത് നമുക്ക് ആഫ്റ്റർ ഓൾ ഒരു സാറ്റിസ്ഫാക്ഷൻ പിന്നീട് തരും എന്ന് പറഞ്ഞു. ചില ജയിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ കരുത്തിനെ കുറിച്ച് പാർട്ടിയുടെ അത് നമ്മൾ ചെയ്താൽ അത് ജനങ്ങള് അവിടുത്തെ പ്രവർത്തകർ നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ആ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അതിനുശേഷം 2021 വീണ്ടും എന്നോട് മത്സരിക്കാൻ പറഞ്ഞെങ്കിലും ദൗർഭാഗ്യവശാൽ അന്ന് തള്ളിപ്പോകും. പിന്നീട് പൊന്നാനി ലോക്സഭയിൽ 2024 മത്സരിച്ചു. സത്യം പറഞ്ഞാൽ പൊന്നാനി പോലെയുള്ള ഒരു ലോകസഭയിൽ ഒരു പ്രതീക്ഷയും ആർക്കും ഇല്ല. കാരണം കഴിഞ്ഞ അതിനു മുമ്പുള്ള ഇലക്ഷനിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമുണ്ട്, ശബരിമല വിഷയം 2019. പക്ഷെ അതിനുശേഷം ഈ CAA അതുപോലെ മുത്തലാഖും ഒക്കെ വിഷയമാക്കിക്കൊണ്ടാണ് മറ്റുള്ളവരുടെ പ്രചരണം. അതും പൊന്നാനി പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു സാധ്യതയും ഇല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ എൻ്റെ ഒരു ഇലക്ഷൻ എക്സ്പീരിയൻസ് വെച്ച് 2016 അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റമായിരുന്നു. പറയുമ്പോ അന്ന് നമ്മുടെയൊക്കെ കുറെ പേരുടെ വോട്ടുകൾ അവസാന നിമിഷം, എൻ്റെ അച്ഛന് വരെ എനിക്ക് അവസാനമായിട്ട് വോട്ടിടാൻ പറ്റിയിട്ടില്ല. കാരണം ആ വോട്ട് അവര് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു. അച്ഛൻ എൻ്റെ കൂടെ താമസിക്കുന്നു, ഈ വീട്ടിൽ താമസിക്കുന്നു. അച്ഛന്റെ വീട്, സ്വന്തം വീട് അവിടെയാണ് അദ്ദേഹത്തിന് റേഷൻ കാർഡും ID കാർഡും ഉണ്ടായിരുന്നത്. ഇത് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം അവിടെ താമസമില്ല പറഞ്ഞ അച്ഛൻ്റെ ബ്രദേഴ്സിനെയും ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു 2016. അപ്പൊ എത്രമേൽ അവര് ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് കൂടി നോക്കണം. അപ്പോൾ 9,000 അറൗണ്ട് നമുക്കുണ്ടായിരുന്ന വോട്ട് 25 സംതിങ് 26 അടുത്ത് 25,450 വരെ വന്നുവെങ്കിൽ അത് ഈ പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും അവരുടെ പരമാവധി കഴിവ് ഉപയോഗപ്പെടുത്തി ആ ഒരു തെരഞ്ഞെടുപ്പിന് സംഘടനയുടെ എല്ലാ ശക്തിയും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2016. 2024 ഇതേപോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള പ്രചരണങ്ങൾ വളരെയധികം ടാർണിഷ് ചെയ്യുന്ന രീതിയിൽ BJP ഒരു ആന്റി മുസ്ലിം ഒരു ആറ്റിറ്റ്യൂഡ് ഇവരോട് കാണിക്കുന്ന, മുസ്ലിം വിഭാഗത്തിനോട് കാണിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന രീതിയിൽ വർഗീയ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടും അവിടെയും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവിടെയും
പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരാണ് പൊന്നാനിയിലെ സംഘടനാ പ്രവർത്തകരെന്ന് പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുകളിൽ ജീവിച്ചു പോകുന്നവരാണ്. പക്ഷെ അവരും അവരുടെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കൊണ്ടാണ് അവിടെയും ഒരു മുന്നേറ്റം ഉണ്ടായത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പുകൾ, അങ്ങനെ 3 തെരഞ്ഞെടുപ്പ് സാധ്യതകളാണ് എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. BJPയുടെ മഹിളാ മോർച്ചയുടെ ദേശീയ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു, സ്റ്റേറ്റ് പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നില്ലേ? ജനറൽ സെക്രട്ടറി 2 ടേം. അപ്പോ ശരിക്കും ഒരു ഗുരുവായൂർകാരി എന്ന് പറയുമ്പോൾ ആ രീതിയിലൊരു അഭിമാനമോ അല്ലെങ്കിൽ ഗുരുവായൂരിന് അതിനകത്ത് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ? നോക്കൂ, ഗുരുവായൂരുകാരി ആയതുകൊണ്ടല്ലേ എനിക്ക് ഫ്രീഡം, അതായത് എനിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ എൻ്റെ നോക്കൂ, ഒരു പബ്ലിക് ഫിഗറായിട്ട് ഞാൻ എനിക്ക് നടക്കും, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ വിഭിന്നങ്ങളായിട്ടുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആളുകളുടെ ഒരു സ്ഥലം തന്നെയാണ് ഗുരുവായൂരെങ്കിലും. മാനസികമായിട്ട് ഗുരുവായൂരുകാർ തമ്മിൽ ഒരു ഐക്യമുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു ഇഴയടുപ്പമുണ്ട്. ആ ഇഴയടുപ്പം ശരിക്കും എനിക്ക് നല്ല പ്രചോദനമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നും അത് തന്നെയാണ് എനിക്ക് ഒരു സന്തോഷം. നമ്മളെ സംബന്ധിച്ച് ഗുരുവായൂരുകാർ തരുന്ന സ്നേഹം, ഗുരുവായൂരുകാർക്കും അത്തരത്തിലൊരു അഭിമാനം ഉണ്ടാക്കുന്ന കുറെ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മോദിജിയെ പോലെയൊക്കെ, മോദിജിയുടെ ഒക്കെ അത്രയും അടുത്ത് ഇടപഴകാൻ സാധിക്കുന്ന ഒരാള്, പല സമയത്തും മോദിജിയുടെ പബ്ലിക് റാലിയിലൊക്കെ ഒരുമിച്ച് യാത്ര, എന്തൊക്കെയാ അങ്ങനത്തെ ചില ഓർമ്മകളും എന്താണ് ആ ഒരു ബന്ധത്തിന്റെ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, എനിക്ക് അച്ഛൻ 2017 എൻ്റെ അച്ഛൻ വിട വാങ്ങിയത്. അതിനുശേഷം ഒരു പ്രത്യേക എന്താ പറയുക, ഒരു തലോടൽ അത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് യു ഷുഡ് ബി ഫീലിംഗ് ലോൺലി എന്ന് തോന്നുന്നു. അതിൽ നമ്മളുടെ ഒരു ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് സംഘടനയുടെ ഒരു രീതി എന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞങ്ങളെ എന്നെ ഇത്രയൊക്കെ ഇതുണ്ടായിട്ടും നമ്മളൊക്കെ ഇപ്പോഴും നമ്മള് സംഘടനയുണ്ട് എന്നുള്ളതാണല്ലോ നമ്മള് അതിലിറങ്ങാനുള്ള ഒരു എന്താ പറയാ പ്രചോദനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അതിനുശേഷം 2019 അദ്ദേഹം ഗുരുവായൂരിൽ വന്നു. അന്ന് സ്വീകരിക്കാൻ പറ്റി. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രക്ഷാബന്ധന് വേണ്ടിയിട്ട്, രാഖി ബന്ധിക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ട് എന്നെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. ശരിക്കും പ്രോട്ടോകോൾ പ്രകാരം ഞാൻ അതിൽ ഉണ്ടാവേണ്ടതല്ല ലിസ്റ്റിൽ. അങ്ങനെ ഞങ്ങള് 2 പേരാണ് കേരളത്തിൽ നിന്ന്, സംസ്ഥാന പ്രസിഡന്റ് VT രമ ടീച്ചറും ഞാനും. പക്ഷെ പല സംസ്ഥാനങ്ങളിലെ ആളുകളില്ല, പ്രസിഡന്റുമാരില്ല, ജനറൽ സെക്രട്ടറിമാർ ആരും ഇല്ല. അപ്പൊ അത് തന്നെ എനിക്കൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ, അതല്ലെങ്കിൽ ഒരു കെയർ, അങ്ങനെ എന്തെല്ലാം വേണമോ അതെല്ലാം എനിക്ക് എൻഷുർ ചെയ്യുന്ന ആദ്യത്തെ ഒരു മീറ്റിംഗ് ആയിരുന്നു. പിന്നെ ഞാന് ഈ റാലിയിൽ ത്രൂ ഔട്ട് നിൽക്കും എന്നുള്ളത് ഒരു പ്രതീക്ഷിച്ച സംഗതിയല്ല. പറയുമ്പോ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. കാരണം ഞാൻ അവിടെ നിൽക്കേണ്ട ആളല്ല എന്നാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഇൻഫർമേഷൻ. ഞാൻ നിൽക്കേണ്ടത് സ്റ്റേജിലാണ്, ഞാനാണ് സ്വാഗതം പറയേണ്ടത്. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യം കിട്ടിയ ഒരു ഇൻഫർമേഷൻ. പക്ഷെ പിന്നീട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രനാണ് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹവും MT രമേശ്, അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറി, എന്നോട് പറഞ്ഞു, നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോയി നിൽക്കേണ്ടി വരും കേട്ടോ, നിങ്ങളൊന്ന് നേരത്തെ അവിടെ പോയി നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അവിടെ പോയി നിൽക്കണം എന്ന് മനസ്സിലാവണം. പക്ഷെ ഞാൻ ആ വണ്ടിയിൽ ഉണ്ടാവും എന്നുള്ള ഒരു SPG എന്നോട് വന്നിട്ട്, നിങ്ങളാണ് അവിടെ ചെന്ന് നിൽക്കേണ്ടത്, അവിടെയുള്ള ബാക്കിയുള്ളവരോട് പോവാൻ പറയുന്നവരെ ഞാൻ കുറെ ദൂരം മാറി നിൽക്കുകയായിരുന്നു. കാരണം എനിക്കെപ്പോഴും ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പൊ ഈ രാഷ്ട്രീയത്തില് 2 എതിർചേരികൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 പാർട്ടിക്കാരാണ്. ഒന്ന് കോൺഗ്രസും, ഒന്ന് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് കമ്മ്യൂണിസ്റ്റുകാരും മാർക്സുകാരും. ആരെയാണ് കൂടുതൽ എന്താ പറയാ എതിർക്കപ്പെടേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളത്? നോക്കൂ, എതിർക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. തീവ്രത ആരുടെയാണ് കൂടുതൽ? ഒരു കാലത്ത് കോൺഗ്രസ് ഒരു രാജ്യത്തിനെ സംരക്ഷിക്കാൻ കെൽപ്പുള്ളവർ എന്ന് പറഞ്ഞ് ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അന്ന് ആ രീതിയിലൊരു മുഖം സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയത് കോൺഗ്രസിനാണ്. പക്ഷെ അവരാണ് ഈ 75 വർഷത്തിന് ശേഷവും നമുക്ക് ഒരു അമൃതകാലത്തെ സമ്മാനിക്കാൻ പറ്റാത്തവരായിട്ട് മാറിയത്.
75 വർഷത്തിന് ശേഷം നമ്മൾക്ക് ഇപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഉള്ളതാണ്. അപ്പോൾ അത് നേരത്തെ സാധിക്കുമായിരുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോ രാഷ്ട്രീയ, ഞാൻ പറയട്ടെ, റിലീജിയസ് ഡിവൈഡ് അത് ആരാ കൊണ്ട് ഉണ്ടാക്കി വെച്ചത്? അതിന് ഏറ്റവും വലിയ കാരണക്കാർ കോൺഗ്രസ് തന്നെയാ. പിന്നെ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺസെപ്റ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മാർക്സിസവും ലെനിനിസവും എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്ക്, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് അത് ഒരിക്കലും ഭാരതത്തിന്റെ ഒരു ഉയർച്ചയ്ക്ക് ഗുണകരമായിട്ട് മാറില്ല എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ കോൺഗ്രസിൻ്റെത് ഗുണകരമാകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയ ചതി നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ വഞ്ചന ഭാരതീയരോട് ചെയ്തിട്ടുള്ളത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ്. എന്തൊക്കെയാ ഇനി സ്വപ്ന പരിപാടികള്? സ്വപ്ന പരിപാടി ഇവിടെ ജില്ലാ പ്രസിഡന്റായിട്ട് എത്ര കാലം ഉണ്ട് എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. പക്ഷെ അതിനുള്ളിൽ ഇവിടെ പാർട്ടിക്ക് ഒരു കേന്ദ്രം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്വപ്നം. ഗുരുവായൂരിൽ പാർട്ടിയുടെ ഒരു ആസ്ഥാനം ഉണ്ടാക്കുക. പിന്നെ മറ്റൊന്ന്, എല്ലാ കാലവും റോൾ മോഡൽ ആകാൻ പറ്റുക എന്നുള്ളതാണ്. എൻ്റെ അമ്മയെ പോലെ പറ്റില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ അമ്മയാവാൻ ഇനി എത്ര ഞാൻ ശ്രമിച്ചാലും പറ്റില്ല. കാരണം അതൊരു ലെവല് വേറെയാണ്, സെറ്റ് ചെയ്തു. പക്ഷെ അമ്മയെ പോലെ ആവാൻ പറ്റില്ലെങ്കിലും കുറഞ്ഞത് മോശമല്ലാത്ത ഒരു ഇത് മാതൃകയായിട്ട് ജനങ്ങള്, അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു രാഷ്ട്രീയക്കാരിയാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് പാർട്ടിയുടെ വർക്ക് മാത്രമല്ലല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മാത്രമല്ലല്ലോ എന്നിൽ നിന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഗുരുവായൂരുകാരുടെ കുറെ ആവശ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ തിരുവില്ലാമല വരെ എത്തുന്ന നമ്മുടെ ഈ സ്ഥലത്ത്, തിരുവില്ലാമല പഞ്ചായത്ത് ഇപ്പൊ നമ്മളാണ് ഭരിക്കുന്നത്, അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് 1, 2, 3 എന്നും പറഞ്ഞ് വിഷ് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്റേതായിട്ടുള്ള ഒരു വിഷ് ലിസ്റ്റ് ഉണ്ട്. അത് ഓരോന്നായിട്ട് പറ്റുന്ന മാത്രയിൽ ചെയ്തു തീർക്കുക എന്നുള്ളത്. കുടുംബത്തെ പറ്റിയിട്ടും കൂടി ഒന്ന് പറഞ്ഞേ. കുടുംബം, എനിക്കിപ്പം എനിക്ക് എന്റെ ബ്രദർ ഒരാൾ എന്റെ കൂടെ ഉണ്ട്. രണ്ടാമത്തെ എന്റെ സെക്കൻഡ് ബ്രദർ. മൂത്ത ഏട്ടൻ പ്രചാരക്കൊക്കെ ആയിരുന്നു, പാർട്ടിയിലെ സംഘത്തിന്റെ പ്രചാരക്കൊക്കെ ആയിരുന്നു, പാർട്ടിയിലും ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. രണ്ടാമത്തെ ആള് എന്റെ കൂടെയുണ്ട്. അദ്ദേഹം എന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു. മൂന്നാമത്തെ ആള് ഡോക്ടറാണ്. അദ്ദേഹം ഇവിടെ സ്ഥലത്തല്ല, കർണാടകയിലാണ്. പിന്നെ അനിയൻ ഒരാള് കാനഡയിലാണ്. പിന്നെ എനിക്ക് മക്കൾ 3 പേര്. ഒരു ആൺകുട്ടി, അവൻ ഒരു സ്റ്റാർട്ടപ്പിന്റെ പുറകിലാണ്. പിന്നെ 2 പെൺകുട്ടികൾ, ഇരട്ട പെൺകുട്ടികളാണ്. അതിൽ 2 പേരിൽ ഒരാള് ബിടെക് അമൃതയിൽ പഠിച്ച യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. ഇപ്പൊ MSc ചെയ്യുന്നു കെമിസ്ട്രിയിൽ തന്നെ, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ. പിന്നെ രണ്ടാമത്തെ ആള്, ഈ ഇരട്ടകളിൽ രണ്ടാമത്തെ ആള് BSc ഫിസിക്സ് ആണ് എടുത്തിരുന്നത്. ഇപ്പൊ MSc ഡാറ്റാ സയൻസ് ഫൈനലി. അപ്പോ ശരിക്കും ഗുരുവായൂരിന് ഇനിയും അഭിമാനിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങള് ഈ വീട്ടിൽ നിന്ന് ഉണ്ടാവട്ടെ. താങ്ക് യു. ഗുരുവായൂരിന് എന്തായാലും അഭിമാനിക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അത് ഗുരുവായൂരിന്റെ മാത്രം സ്വകാര്യ അഹങ്കാരം എന്ന പോലെ എനിക്കും ഗുരുവായൂരുകാരി എന്ന് പറയുമ്പോ ഒരു വലിയ അഹങ്കാരമുണ്ട്. കാരണം ഗുരുവായൂർ എന്ന് പറയുമ്പോ അതെന്തായാലും ഉണ്ടാവും. ഇനി നമ്മള് ജീവിച്ച് ഇത്രയൊക്കെ നിങ്ങളെ പോലെയുള്ളവരെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ എത്രയൊക്കെ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഇനിയും അതുപോലെയൊക്കെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് തരാൻ നിങ്ങളും പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവിധ ആശംസകളും ചേച്ചി. താങ്ക് യു വെരി മച്ച്.